ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നമ്മെ ശുശ്രൂഷകരായി നിയമിച്ചാക്കിയിരിക്കുന്നത് അത്യുന്നതനായ ദൈവമാവുന്നു. ദൈവം അഭിഷേകവും കൃപാവരങ്ങളൊക്കെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ ശുശ്രൂഷയുടെ റോൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ ദൈവാത്മാവ് എന്തു പറയുന്നുവോ, എവിടേക്ക് നയിക്കുന്നുവോ അവിടെ ചെന്ന് കർത്താവ് ശുശ്രൂഷയ്ക്കായി നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് പൂർണ്ണ വിശ്വാസത്തോടെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ശുശ്രൂഷകൾ ചെയ്യുക. അതുമാത്രമാണ് ശുശ്രൂഷകരുടെ ഡ്യൂട്ടി. അതുകൊണ്ടാണ് പൗലോസ്ലിയ പറയുന്നത്, ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ദൈവത്തിങ്കൽ നിന്നാണ് കൃപ നമ്മളിലേക്ക് ഒഴുകുന്നത്. കൃപയാലാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനോട് നാം ചേർന്ന് നിൽക്കുന്നത്. അങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഏവർക്കും ആത്മീയമായും മാനസികമായും ശാരീരികമായും ഭൗമികമായും സകല ബ്ലെസ്സിങ്സും ലഭ്യമാകുന്നതും ദൈവത്തിൻ്റെ അളവറ്റ കൃപയാലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വികാരങ്ങൾക്കോ ഇച്ഛാശക്തിക്കോ ജ്ഞാനത്തിനോ വിദ്യാഭ്യാസത്തിനോ യാതൊന്നിനും ദൈവകൃപയോട് തുലനം ചെയ്യാൻ കഴിയില്ല. ദൈവത്തിൻ്റെ കൃപ ദാനമാണ്, അത് സൗജന്യമാണ്. ദൈവത്തിൻ്റെ കനിവും കരുണയും മനസ്സലിവുമാണ്. കൃപയുടെ ശക്തി അളവുകൂടാതെ നമ്മുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ഒഴുകി വരുന്ന ദൈവശക്തിയെ നാം ധരിച്ചുകൊള്ളണം. നമ്മുടെ ആളത്വത്തിനെ അഥവാ ദേഹിയെ ശക്തീകരിക്കുകയും ആ ദൈവശക്തിയാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ആത്മാവിനെ ദേഹിയെ നിറയ്ക്കുകയും ചെയ്യും. ദൈവസ്നേഹം അളവുകൂടാതെ നമ്മുടെ ആത്മാവിലും ദേഹിയിലും പരിവർത്തിക്കും. അതുപോലെ തന്നെ ദൈവത്തോടുള്ള സ്നേഹവും നമ്മൾ വർദ്ധിച്ചു പെരുകണം. അപ്പോൾ ദൈവശക്തിയാൽ നമ്മുടെ ആത്മാവും ദേഹിയും ഒക്കെ ശക്തീകരിക്കപ്പെടുമ്പോൾ, ദൈവസ്നേഹം കൊണ്ട് നിറയപ്പെടുമ്പോൾ നമ്മൾ തികച്ച സുബോധമുള്ളവരായിത്തീരും. നമ്മുടെ ആത്മാവും ദേഹിയൊക്കെ സുബോധമുള്ളതായിട്ട് മാറും. സുബോധം എന്ന് ഉദ്ദേശിക്കുന്നത് മര്യാദ. ദൈവകൃപയിൽ നിന്നാണ് നമുക്ക് ഈ മര്യാദയും അച്ചടക്കവും ക്ഷമയും മനസ്സലും ഒക്കെ നമ്മൾ ഉരുവാക്കി നാം പണിയപ്പെടുന്നത് കൃപയാലാണ്. അപ്പോൾ തന്നെ മറ്റൊന്ന് സംഭവിക്കുന്നു. നമ്മൾ അടിഞ്ഞു കിടക്കുന്ന ഭീരുത്വം, കാരണം കൂടാതെയുള്ള സകല ഭീരുത്വവും നമ്മൾ നകന്നു മാറും. അങ്ങനെ ശക്തിയോടെ, ദൈവശക്തിയാൽ സ്നേഹത്തോടെ സുബോധത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ നമുക്ക് കഴിയണം. പൗലോസ്ലീഹ തിമോഥെയോസിനോട് പറയുന്നുണ്ട്, അദ്ദേഹത്തിൽ നിന്ന് കേട്ടതും പഠിച്ചതുമായ കർത്തൃ ശുശ്രൂഷ ദൈവം നൽകിയ ശക്തിക്ക് ഒത്തവണ്ണം സഹിക്കേണ്ടി വരുന്ന കഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് നിർവഹിക്കുക എന്ന് ഉപദേശിക്കുന്നു. അപ്പോൾ ദൈവകൃപ നമ്മെ ശക്തീകരിക്കുന്നു, ബലപ്പെടുത്തുന്നു, ഏത് കഷ്ടവും സഹിക്കുവാനും അതിജീവിക്കുവാനും സഹായിക്കുന്നു. അതുകൊണ്ട് വാത്സല്യ ബഹുമാന്യ ശുശ്രൂഷകരെ, ദൈവജനമേ, കർത്തൃകൃപയിൽ ബലപ്പെടുക.